ഓണേക്കര ഗ്രാമത്തിലൂടെ പണവുമായി പോണവര് വർണ്ണം ചേട്ടാ ചായ ഒന്നിനെ 1 രൂപ മാത്രം. ഭക്ഷണപ്രിയരെ കടന്നു വരൂ രുചികരമായ ഭക്ഷണത്തിന് ഹോട്ടൽ രുചികരം. അരിപ്പുട്ടിൽ ഗോതമ്പ് മിക്സ് ചെയ്യുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല. മാത്രമല്ല വെള്ളം ചോദിച്ചാൽ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന കട. അനീതിക്കും അസത്യത്തിനുമെതിരെ ഹോട്ടൽ രുചികരം. അതേടാ. അയ്യോ ചേട്ടാ നരകത്തിലോട്ട് പോവല്ലേ. ചേട്ടൻ രുചികരത്തിലോട്ട് കയറി പോ. സർക്കാർ സാറാമേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പൊരിയുന്ന വയറിൽ എരിയുന്ന മായം ചേർത്ത മറന്നുകൂടാ. നമുക്ക് ആ തള്ളയുടെ കട പൂട്ടിക്കണം. അതിനാ സാറാമ്മയ്ക്ക് ഇല്ലാതെ ചില പണികൾ കൊടുത്താലേ പറ്റൂ. സാറാമ്മയ്ക്ക് ആരും പണി തരണ്ട. ആവശ്യത്തിൽ കൂടുതൽ പണി സാറാമ്മയ്ക്ക് ഇപ്പൊ തന്നെ കേട്ടാ. ശരിയാ താത്ത. അതെ അതെ. ഈ ചാരായം വാറ്റണം, അത് കുപ്പിയിലാക്കണം, ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കണം, അവരുടെ കണ്ണ് കളയണം, കാശും കളയണം. അങ്ങനെ എന്തൊക്കെ പണികള്. വേണ്ടാതിനും പറഞ്ഞ കണ്ണ് ഞാൻ എന്റെ കണ്ണ് കളതള്ള. തെണ്ടിപ്പട്ടി നിന്റെ ഇതൊക്കെ കെട്ടിയാടി. രണ്ടുപേരും കൂടെയുള്ള ഇടപാട് എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കില്ല. പള്ളേലാവുമ്പോഴേ നീ വിവരം അറിഞ്ഞോളടി. 6 മണിക്ക് അതുകൊണ്ട് സൂക്ഷിച്ചോ. ആദ്യ ദിവസം തന്നെ 250 രൂപ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു 6 മാസം കൂടി കഴിയുമ്പോ ഈ ഹോട്ടൽ പൊളിക്കേണ്ടി വരും. അപശകുനം പറയാതാടാ തെണ്ടിയുടെ മോനെ. പൊളിച്ച് കളഞ്ഞിട്ട് 5 സ്റ്റാർ ഹോട്ടൽ ആക്കേണ്ടി വരുമെന്ന്. എന്നാലേ എനിക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. ദിവസം 3 നേരം നല്ല ശാപ്പാട്, കയ്യിലും ബാങ്കിലും നിറയെ കാശ്, സഞ്ചരിക്കാൻ ഒരു AC കാറ്, കുടിക്കാൻ വിദേശ സ്കോച്ച്, പിന്നെ ഡെയിലി നല്ലൊരു ഉറക്കം. അത് ശരി, ഞാൻ കരുതി. നീ എന്തോന്ന് കരുതി? ഇല്ല, ഞാൻ വെറുതെ കരുതി. അപ്പോ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം ഓക്കെ. പക്ഷെ ഇതുകൊണ്ട് മാത്രം വണ്ടി ഉരുളില്ലല്ലോ. പിന്നെ എങ്ങനെ ഉരുട്ടണം? ഭരതേട്ടന്റെ മേളിലത്തെ പണിതീരാത്ത മുറി വാടകയ്ക്ക് കൊടുക്കാം. ബെസ്റ്റ് ഐഡിയ. പക്ഷെ അത് 50-50 ഇല്ല. ഇല്ലേ? അങ്ങനെയാണ് ഞാൻ കുപ്പ അഴിക്കാൻ പോവാ. പദ്ധതി നടപ്പിലായ തരാവടാ. അങ്ങനെ വഴിക്കുവാ. പക്ഷെ ഈ പണി തീരാത്ത മുറിയിൽ ആര് വാടകയ്ക്ക് വരും? തപ്പണം. അത് നേരാ. തപ്പാനും തടി തപ്പാനും ചേട്ടനെ കവിച്ചിട്ടേ ആളുള്ളൂ. നിർത്ത്. എന്താ ഇത്? ബ്രേക്ക് കുറവാസം. ഇതാണ് ഹോട്ടൽ. അത് ഹോട്ടലല്ല, ഹോട്ടലിന്റെ ബോർഡ്. താത്ത എവിടാ? താത്ത ഭരണം ചേട്ടന്റെ വീട്ടിൽ പോയി. എപ്പോ പോയി? 1 മണിക്കൂറായി. സാറേ റൂം കാണിച്ചു തരാം, എനിക്ക് വേറെ പണിയുണ്ട്. വന്നട്ടെ, വേഗം വന്നട്ടെ. അമ്മേ, അയ്യോ. ഇതാണ് റൂം അല്ലേ? അല്ല, റൂമിന്റെ പൂട്ട്. പോരാ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, ഫാനില്ല, വെള്ളമില്ല. പിന്നെ എന്നെപ്പോലൊരു എഞ്ചിനീയർ ഇവിടെ താമസിക്കാന്ന് വെച്ചാല് 4-5 മാസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്വാൻസ് തരുമല്ലോ. തരണം. 1000 ഉണ്ട്. ഇരിക്കൂ. സോറി, ഇവിടെ ഇരിക്കാനൊന്നുമില്ല. ഞാൻ താത്തയെ വിളിച്ചോണ്ടിരാം. താത്തയുടെ പുറത്താണോ ഇരിക്കുന്നത്? ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. വേഗം വിട്ടേക്കണം, എന്നിട്ട് വേണം ഇവിടെ തടവാൻ. പോയിട്ട് വേഗം വരാട്ടോ തങ്കക്കുടങ്ങളെ, വേഗം വരാൻ. എന്ത് നല്ല പാട്ടാ. ആളുകൾ കാണും. നാറി,
മേലിൽ ആവർത്തിക്കരുത്. മേലിൽ ആവർത്തിക്കാണ്ട് തലയിൽ ആവർത്തിച്ച് കഴിഞ്ഞാൽ തലക്കല്ലേ സുഖം കിട്ടുള്ളൂ. എടാ പുല്ല, നീ എന്റെ വീട്ടിൽ കയറി മേലിലും തലയ്ക്കൊന്നും സുഖം ഉണ്ടാക്കാൻ വേണ്ട. ആ വാടകയ്ക്ക് ആളെ കിട്ടി. അപ്പോ ഞാനും ഒരാളെ തപ്പിക്കൊണ്ടു വന്നിട്ടല്ലോ. തപ്പിക്കൊണ്ടുവന്നു? ഞാൻ കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നുമല്ല, ഒരു എഞ്ചിനീയറാ. ഞാനും കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നുമല്ല. ഡോക്ടർ 1000 രൂപ അഡ്വാൻസ് മേടിച്ചു. എനിക്കിനി വാക്ക് പറയാനൊന്നും പറ്റില്ല. പിന്നെ എനിക്ക് വാക്ക് പറയാൻ പറ്റുമോ? ഞാനും വാങ്ങി രൂപ 1000 അഡ്വാൻസ്. ആളെ ഇവിടെ മുറിയിൽ ഇരുത്തിരിക്കുക. നീ വാ. ഞാനങ്ങോട്ട് വരില്ല. പുലിയോലാവും. എന്ന് പറഞ്ഞാൽ പറ്റില്ല. നീ വാ. ശരിയാവില്ല. എന്നൊരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേരും വാക്ക് മാറണ്ട. രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു മുറി താമസിച്ചോട്ടെ. എന്താ? അതെയോ? എന്നാ പോവാ. സൂര്യ നെല്ലിക്ക. ഇയാള് ഇവിടെ പോയി കിടക്കുന്നത്. ഇങ്ങോട്ട് നീങ്ങിയില്ലേ താത്ത? ഇതാണ് താത്ത. ഭയങ്കര നാണക്കാരിയാ. എവിടെയോ ഞാനിത് വൈഫാ? വേറെ ആളുടെ. ഞാനൊരു എഞ്ചിനീയറാ, മാരീഡല്ല, പക്ഷെ വളരെ ഡീസന്റ്. ഞാനിവിടെ താമസിക്കുന്നുണ്ട്, വേറെ ശല്യമൊന്നും ഉണ്ടാവില്ല. അതാളെ കണ്ടപ്പോഴേ വെടി കിട്ടി. ശല്യം മാത്രം ഉണ്ടാവൂല. താമസിക്കാൻ നോക്ക്. താമസിക്കണ്ടേ? അല്ല, സമയം താമസിക്കണ്ട. വെള്ളമൊക്കെ ഉണ്ടല്ലോ. ഞാൻ വെള്ളം ഇവിടെ നിർത്തി. അയ്യോ അതല്ല, കുളിക്കാൻ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ പുറത്ത് കിണറുണ്ട്. അപ്പൊ പൈപ്പ് കണക്ഷൻ ഇല്ലേ? അതെ, സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ. മോളിൽ തന്നെ കഴിഞ്ഞോളണം. അതെന്ത്? അല്ല, ഇവിടെ ഒരു പുള്ളിയുണ്ട്, അവനോട് പറഞ്ഞാൽ മതി, പാഴ്സലായിട്ട് മുകളിലോട്ട് അയച്ചുകൊണ്ടേ തരും. വേഗം ചെല്ല്. താമസിക്കാൻ നോക്ക്. താത്തയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ടു കാണാൻ വഴിയില്ല. ഞാനങ്ങനെ വെളിയിലിറങ്ങണ സൈസ് അല്ല. ശരി. അപ്പോ ഇനിയിപ്പോ ഡോക്ടർ വരുമ്പോ എന്ത് ചെയ്യും? ഏതായാലും നനഞ്ഞില്ലൂടെ കോയാ, ഇനി കുളിച്ച് കയറാം. കണ്ണിട്ട് നോക്കും കാക്കേ, നിന്റെ വീട്ടിൽ 2 വർത്താനം കാക്കേ. കാക്കേ, മേളിൽ രാവിലെ ആളെനക്കൊന്നും കാണുന്നില്ലല്ലോടാ. രണ്ടും തമ്മിൽ തല്ലി ചത്തോ? നീ എന്നെ പേടിപ്പിക്കാടാ. വാ പോയി നോക്കാം. കൈ കഴിയാ മുണ്ട് താത്ത. വിദ്യാഭ്യാസത്തിന്റെ ഗുണമാ. ഒത്തൊരുമയോടുള്ള കിടപ്പ് കണ്ടോ? സയാമി സിരട്ടകൾ തോറ്റുപോകും. ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം. ഒലക്കപ്പുറത്ത് കിടന്ന ഉരുണ്ട് വീഴും മോനെ. ഉമ്മാർക്ക് നല്ല ഒരല. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന തെണ്ടികളാണെങ്കിൽ നമുക്ക് 2 പേരെ കൂടി താമസിപ്പിച്ചാലോ? നീ എന്തെങ്കിലും പറഞ്ഞോടാ? പിന്നെ ആര് പറഞ്ഞു? രാഘവ, എന്താ ഇവിടെ? ഞാൻ താത്തയ്ക്ക് മേൽഭാഗം കാണിച്ചു കൊടുക്കേ. നല്ല വൃത്തികേടുള്ള ബിൽഡിങ്. അത് ഈ തേപ്പും കൂടി കഴിഞ്ഞാ ഒന്നും കൂടി വൃത്തിയാവും. ഒന്ന് മാറിയെന്നേ. ഞാൻ ഈ മുറി ഒന്ന് വാടകയ്ക്ക് കൊടുത്താലോ എന്ന് ആലോചിക്ക. അതിന് താക്കോല് കാണാൻ. അത് ചേട്ടാ, ഈ താത്താക്ക് അടിക്കടി ചുഴലിതീനം വരും. അത് വരുമ്പോ പിടിപ്പിക്കാൻ ഞാൻ എടുത്തതാ. താക്കോൽ പിടിക്കാൻ എല്ലാത്തിനും ഇടിക്കും ഞാൻ. എന്താ ഒരു ശബ്ദം? എന്റെ ഈശ്വര, ഞാനത് എങ്ങനെ ചേട്ടനോട് പറയും? എന്നായാലും എല്ലാം അറിയേണ്ട മനുഷ്യനല്ലേ നിക്കണ. നീ അങ്ങ് പറ മോനെ. ഞാനത് എങ്ങനെ പറയും താത്ത? പറഞ്ഞു തൊളിക്കടാ. ചേട്ടാ, ഈ മുറിയിലൊരു പ്രശ്നമുണ്ട്. ചേട്ടത്തെയും സീതയും അറിയണ്ട. 2 ദിവസമേ ഞാൻ ശ്രദ്ധിക്കുക. ഒരു കാൽപരിമാറ്റത്തിന്റെ ശബ്ദം. വാതില് തുറക്കുന്നൊരു നിലവിളി. ഇന്നലെ രാത്രി 2 വൃത്തികെട്ട ചാത്തന്മാരെ ഞാൻ കണ്ടു. ഒറ്റ നോട്ടത്തിൽ മരിച്ചുപോയ നമ്മുടെ അച്ഛനാണെന്നേ തോന്നൂ. ചെലങ്കയുടെ ശബ്ദം. കേട്ടോ. അതുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് പ്രേതബാധ ഒഴിപ്പിച്ച ശേഷം കൊടുത്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. ഒരു ഹോമം വല്ലതും നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. രോമമല്ല താത്ത, ഹോമം. 1000 രൂപ തന്നാ ഞാൻ നടത്തിത്തരാം. 1000 രൂപ തന്നാൽ ഹോമം ഞാൻ നടത്തിത്തരാം. 1000 രൂപ തന്നാൽ നീ എന്നെ നടത്തിക്കും. ഇവൻ ആരാ മോനെന്ന് എനിക്കറിഞ്ഞൂടെ? അതെല്ലാവർക്കും അറിയാൻ പാടില്ലേ? രാഘവ, നീ ചെലങ്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ചെലങ്കയുടെ ശബ്ദം ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട്? നീ ഓവറാകരുത്. നീ ആരും മണിച്ചിട്ടാ. വാതിൽ തുറക്കാൻ. ഇതെന്തിനാ പുറത്തുനിന്ന് കുറ്റിയിട്ടത്? അകത്തെനിക്ക് കുറ്റിയിടാൻ പറ്റാത്തോണ്ടാ പുറത്തുനിന്ന് കുറ്റിയിട്ടത്. ഒരു കാര്യം ചെയ്യാം, അകത്തുള്ള കുറ്റിയെടുത്ത് പുറത്ത് വെച്ചുതരാം. അത് ഇന്ന് പുറത്ത് വെക്കണ്ട, ഇപ്പൊ തൽക്കാലം അകത്ത് കയറിയാട്ടെ. മനപ്രയാസം കാരണം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്ത് കാര്യം? എന്റെ ചേട്ടൻ ഒരു മനോരോഗിയാണ്. കുടുംബത്തിൽ പിറന്ന ഏത് ചെറുപ്പക്കാരെ കണ്ടാലും വാക്കത്തി കൊണ്ട് വെട്ടും. അതുകൊണ്ട് നിങ്ങൾ ഈ മുറിയിൽ താമസിക്കുന്ന വിവരം ഒരു കാരണവശാലും അദ്ദേഹം അറിയാൻ പാടില്ല. ഓക്കെ, അറിയില്ല. അത് ചേട്ടന്റെ മോളാ സീത. പ്രീഡിഗ്രിക്ക് പഠിക്കുക. ഇവളുടെ പ്രശ്നത്തിലാണ് വെട്ട് തുടങ്ങിയത്. എന്റെ ചേട്ടൻ 6 പേരുടെ കഴുത്താ വെട്ടിയത്.
എന്റെ നോട്ടം അത്ര ശരിയല്ല. ഈ വെട്ടും വട്ടും ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ താമസം എന്ത് സുഖകരമായിരുന്നു. ശരിയാ ബാല. എന്റെ ഈശ്വര, രാഘവൻ പറഞ്ഞത് നേരാ. ഇത് ചാത്തൻ തന്നെയാ. അതെ, ചാത്തനാ. എന്താ എന്ത് പറ്റി? ഞാനേ ഈ പറമ്പിലൊക്കെ ഓടി നടന്ന് എക്സർസൈസ് ചെയ്യായിരുന്നു. നീ വരുന്നുണ്ടാവടാ? അപ്പോ ഞാൻ പറഞ്ഞത് അനുസരിച്ച് തുടങ്ങിയല്ലേ? ഇനി പത്രത്തിൽ കാണാറുള്ള ആ ഗുളി കൂടി കഴിച്ചു തുടങ്ങിയാ മതി. അതേത് ഗുളിക അച്ഛാ? ഒരിക്കലും ഒരച്ഛന് മകളോട് പറയാൻ പറ്റാത്ത ഒരു ഗുളിക അമേരിക്കയിലുള്ള തെണ്ടികള് കണ്ടുപിടിച്ചു മോളെ. മാറി നിക്കടി.